iOS 17 അടുത്തുള്ള മെയിൻ അപ്ഡേറ്റ് ആണ് iOS 17.4. അതും ഈ iOS 17.4ൻ്റെ ബീറ്റ വേർഷൻസ് ഇപ്പോൾ നടക്കുമായിരുന്നു. അതും അതിൻ്റെ അവസാനത്തെ ബീറ്റ ആയ GM വേർഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതും ഞാൻ ഈ iOS 17.4 എൻ്റെ iPhone 15 Proയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ പബ്ലിക് ബീറ്റയോട് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ അവസാനത്തെ 2 പബ്ലിക് ബീറ്റ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം സ്റ്റേബിൾ ആയിരുന്നു. അതും ഇത് ഉപയോഗിച്ച സമയത്ത് തന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ചും അവസാനത്തെ 2 ബീറ്റയ്ക്കകത്ത് ഈ GM വേർഷനകത്തൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞതിനകത്ത് ഒരു കുഴപ്പമില്ല. അതായത് പെർഫോമൻസ് ലാഗോ അല്ലെങ്കിൽ പെർഫോമൻസ് ഇഷ്യൂസ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അത് കണക്ക് തന്നെ ഫോൺ ചൂടാവുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു. അതായത് ഓവർ ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് നല്ലോണം തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ഒരു 5 മണിക്കൂർ റേഞ്ചിലൊക്കെയാണ് സ്ക്രീൻ ഓൺ ടൈം ഒരു മോഡറേറ്റ് യൂസിൽ എനിക്ക് മുമ്പേ കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഈ iOS 17.4 അത് കണക്ക് തന്നെയാണ്. പിന്നെ അത് കണക്ക് തന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ഇഷ്യൂ എന്തെങ്കിലും വന്നോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അത് ഞാൻ ഈ പബ്ലിക് ബീറ്റ വേർഷൻ എല്ലാം ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ആദ്യം പറയാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഈ അപ്ഡേറ്റിനകത്ത് കിട്ടുന്ന പുതിയ ഫീച്ചേഴ്സിലേക്ക് പോകാം. അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് ഉള്ള ഒരു അപ്ഡേറ്റ് ആണ് iOS 17.4 എന്ന് പറയുന്നത്. അല്ല, ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കൊന്നും കിട്ടുന്നതല്ല. അതിന് പകരം യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിൽ വരുന്നൊരു അപ്ഡേറ്റ് ആണ്. അതായത് EU കൺട്രീസിലെല്ലാത്തിനകത്തും ഇനി വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ലോഡിംഗ് നടക്കും. അതായത് ആപ്പ് സൈഡ് ലോഡിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ കണക്ക് തന്നെ നമുക്ക് തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോർസിൽ നിന്ന് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഐഫോണിനകത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രമാണ് സാധാരണ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇനി നമുക്ക് EUയിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു റെഗുലേഷൻ പ്രകാരം ഇപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള രാജ്യങ്ങളിനകത്ത് നമുക്കിപ്പം തേർഡ് പാർട്ടി മൊബൈൽ വാളറ്റ് ആപ്സ് വഴി ഐഫോണിൻ്റെ NFC ചിപ്പിലേക്ക് ആക്സസ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് പാർട്ടി മൊബൈൽ വാളറ്റ് ആപ്പ് വഴിയും കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതൊരു വലിയ കാര്യം തന്നെയാണ്. അതായത് EUയിലുള്ള യൂസേഴ്സിനൊക്കെ ഇതൊരു വലിയ അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമുക്ക് തേർഡ് പാർട്ടി ബ്രൗസർ എഞ്ചിനും ഇപ്പം ക്രോം കണക്കത്തെ ബ്രൗസേഴ്സിനൊക്കെ ഉപയോഗിക്കാനും പറ്റും. ഇത്രയും നാൾ സഫാരിയുടെ എഞ്ചിൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിനകത്ത് മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് കിട്ടുന്നതല്ല. അതിന് പകരം EUയിൽ മാത്രം വരുന്നൊരു അപ്ഡേറ്റ് ഫീച്ചറാണ്. ഇതാണ് ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരാൻ പോണ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു പുതിയ വിഡ്ജറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ വിഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്ലോക്ക് വിഡ്ജറ്റ് ആണ്. അതായത് ക്ലോക്ക് വിഡ്ജറ്റ് നോക്കാൻ നേരത്ത് തന്നെ ഈ ഒരു വിഡ്ജറ്റ് നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഒരു മോഡിഫൈഡ് വേർഷനാണ് കിട്ടുന്നത്. അത് ഈ ക്ലോക്ക് വിഡ്ജറ്റിൻ്റെ പേരെന്ന് പറയുന്നത് സിറ്റി ഡിജിറ്റൽ എന്നാണ്. അപ്പോൾ ഇതാണ് ഈ വിഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ സെക്കൻഡ് ഹാൻഡ് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം ഏതൊരു ടൈം സോൺ സെറ്റ് ചെയ്താലും അവിടെയുള്ള സമയം അനുസരിച്ച് ഇതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ വൈറ്റ് കളറായിരിക്കും, രാത്രി ആവുന്ന നേരത്ത് ബ്ലാക്ക് കളറായി മാറും. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ സെറ്റിംഗ് മാറ്റിയാലും അത് മാറത്തില്ല. അതിനൊരു സമയം അനുസരിച്ചാണ് മാറുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ഫീച്ചറിലേക്ക് പോകുകയാണെങ്കിൽ അതൊരു വിഷ്വൽ അപ്ഡേറ്റ് തന്നെയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി സെറ്റിംഗ്സിനകത്ത് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ബാറ്ററി സെറ്റിംഗ്സിനകത്തേക്ക് പോവുകയാണെങ്കിൽ ബാറ്ററി സെറ്റിംഗ്സിൽ പോകാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് എന്നുള്ള ഓപ്ഷനകത്ത് നോർമൽ എന്നാണ് കാണിക്കുന്നത്. അത് നമ്മൾ അതിനകത്ത് കയറുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നുണ്ട്. അവിടെ നോർമൽ എന്നാണ്. അത് നോർമൽ മാറും നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി മാറുന്നതനുസരിച്ച്. പിന്നെ മാക്സിമം കപ്പാസിറ്റി കാണിക്കുന്നുണ്ട്. പിന്നെ സൈക്കിൾ കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ സൈക്കിൾ കൗണ്ട് എന്ന് പറഞ്ഞ സാധനം നമുക്ക് സെറ്റിംഗ്സിനകത്ത് തന്നെ ജനറലിനകത്ത് ഇരുന്നൊരു സെറ്റിംഗ് ആണ്. അതിനെ ഒരു ബാറ്ററിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം iPhone 15 സീരീസ് മാത്രമേ കാണിക്കൂ. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 15 സീരീസിന് ബാറ്ററി കപ്പാസിറ്റിക്ക് ഒരു അപ്ഡേഷൻ കിട്ടുന്നുണ്ട്. അതായത് അപ്ഡേഷൻ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ സാധാരണയുള്ള രീതി വെച്ച് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് iPhone 14 അതിന് താഴെയുള്ള ഐഫോൺസിനൊക്കെ 500 കംപ്ലീറ്റ് ചാർജ് സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും, അതായത് നമ്മൾ 500 വട്ടം ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്ത് കഴിയുമ്പോൾ 0 to 100% ചാർജിങ് ഡിസ്ചാർജിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് 80%ലേക്ക് പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ iPhone 15 സീരീസ് ആണ് നിങ്ങളിൽ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ iPhone 15 സീരീസ് കഴിഞ്ഞ് ഇനി ഇറങ്ങാൻ പോകുന്ന എല്ലാ ഐഫോൺസിനകത്തും ആ ഒരു ചാർജ് സൈക്കിൾ എന്ന് പറയുന്നത് 500 ചാർജ് സൈക്കിൾസ് അല്ല, അതിന് പകരം 1000ലേക്ക് മാറിയിട്ടുണ്ട്. അതായത് 1000 ചാർജ് സൈക്കിൾ കഴിയുമ്പോൾ മാത്രമേ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 80ക്ക് താഴേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ വലിയൊരു കാര്യമാണ്. അതായത് ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അപ്ഡേറ്റിൽ കൂടെ വന്നതല്ല, പക്ഷേ അതിന് പകരം iPhone 15 സീരീസിനകത്തുള്ളൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണിത്. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ആപ്പിൾ ഇപ്പോൾ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ സ്റ്റോക്ക് ആപ്സിനകത്തും ആദ്യത്തെ ടാബ് എന്ന് പറയുന്നത് ഹോം എന്ന് പറഞ്ഞ് റീനെയിം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ആപ്പിൾ മ്യൂസിക്കിനകത്തൊക്കെ ലിസൺ നൗ ആയിരുന്നു. പിന്നെ അത് കണക്ക് തന്നെ ആപ്പിൾ TV എടുക്കുവാണെങ്കിൽ വാച്ച് നൗ ആയിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഏത് ആപ്പ് എടുത്ത് നോക്കിയാലും ആപ്പിളിൻ്റെ സ്റ്റോക്ക് ആപ്സ് എടുക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ടാബ് എന്ന് പറയുന്നത് ഹോം എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. അത് നമുക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. എല്ലാ ആപ്പിൾ സ്റ്റോക്ക് ആപ്സിനകത്തും ആദ്യത്തെ ടാബ് ഹോം എന്നായിരിക്കും കാണിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത അപ്ഡേറ്റ് വന്നേക്കുന്നത് പോഡ്കാസ്റ്റ് ആപ്പിനകത്താണ്. അതായത് നിങ്ങളൊരു പോഡ്കാസ്റ്റ് യൂസർ ആണെങ്കിൽ, പോഡ്കാസ്റ്റ് ആപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു പോഡ്കാസ്റ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനകത്ത് ഇപ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് കാണിക്കും. അതായത് പോഡ്കാസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ആ ഒരു എഴുതി കാണിക്കുന്ന രീതി വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ വായിക്കാനും പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം. പിന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പ്രസ് ചെയ്യുവാണെങ്കിൽ, ആ സെർച്ച് ചെയ്ത കാര്യം കാണിക്കുമ്പോൾ അവിടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു സ്ഥലം തൊട്ട് തന്നെ അത് പ്ലേ ആവാനും തുടങ്ങും. ഇതാണ് പോഡ്കാസ്റ്റ് ആപ്പിൽ വന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത്
അതായത് നമുക്ക് ഗെയിം സ്ട്രീമിംഗ് ആപ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇനി ആപ്പ് സ്റ്റോറിൽ കിട്ടും. അതായത് എന്തെങ്കിലും ക്ലൗഡ് ഗെയിമിംഗ് സർവീസ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതായത് എക്സ്ബോക്സ് ക്ലൗഡ് സ്ട്രീമിംഗോ അല്ലെങ്കിൽ GeForce Now ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് വെബ് ആപ്പിന് പകരം ആപ്പ് സ്റ്റോറിൽ തന്നെ ഇതിൻ്റെ ആപ്സ് ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കിട്ടുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് പുതിയ കുറച്ച് ഇമോജീസ് വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ഇമോജീസ് വരുന്നുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പോണ ഇമോജീസ് എന്ന് പറയുന്നത് ഹെഡ് ഷേക്കിംഗ് 2 തരത്തിലുള്ളത് വരുന്നുണ്ട്. പിന്നെ അതിനൊക്കെ തന്നെ ഒരു ബ്രൗൺ മഷ്റൂമിൻ്റെ ഇമോജി വരുന്നുണ്ട്. പിന്നെ ഒരു ഫീനിക്സ് ബേർഡിൻ്റെ ഇമോജി വരുന്നുണ്ട്. പിന്നെ ഒരു ബ്രോക്കൺ ചെയിൻ ലിങ്കിൻ്റെ ഇമോജിയും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇമോജീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ഇമോജി സ്റ്റാൻഡേർഡിൻ്റെ ഒരു അപ്ഡേഷൻ പരമായി വരുന്നതാണ്. പക്ഷേ അത് iOS 17.4 കിട്ടുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് കാർ പ്ലേക്കകത്തും കുറച്ച് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ കാർ പ്ലേ എന്ന് പറയുന്ന കാര്യം, ആപ്പിൾ കാർ പ്ലേ എന്ന് പറയുന്ന കാര്യം സപ്പോർട്ട് ചെയ്യുന്ന കാർസ് കുറവാണ്. പിന്നെ അതിനൊക്കെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആപ്പിൾ കാർ പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന കാർസിനകത്ത് തന്നെ ചില കാർസിനകത്ത് നമുക്ക് ആപ്പിൾ മാപ്സിനെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന സ്ക്രീനിന് പകരം സെൻറ്റർ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതായത് സപ്പോർട്ട് ചെയ്യുന്ന കാർസിൽ മാത്രം വരുന്നൊരു കാര്യമാണ്. പിന്നെ അടുത്തത് iMessageനകത്ത് ഒരു പുതിയ സെക്യൂരിറ്റി പ്രോട്ടോകോൾ വരുന്നുണ്ട്. അതായത് ഈ ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോളിൻ്റെ പേരെന്ന് പറയുന്നത് പോസ്റ്റ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫിക് പ്രോട്ടോകോൾ എന്നാണ്, PQ3 എന്നാണ് പറയുന്നത്. അതായത് ആപ്പിൾ പറയുന്ന കാര്യം ഇതാണ് ഏറ്റവും ബെസ്റ്റ് എൻഡ് ടു എൻഡ് സെക്യൂർ മെസ്സേജിങ് സർവീസ് എന്നാണ്. അതായത് പുതിയതായിട്ടുള്ളൊരു അപ്ഡേറ്റഡ് ഫീച്ചറാണ്, നല്ല സെക്യൂരിറ്റി കൂടിയ ഒരു പ്രോട്ടോകോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് iMessageനകത്ത് സെക്യൂരിറ്റി ഫീച്ചർ പരമായിട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷനകത്ത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതായത് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ സെറ്റിംഗ്സിൽ കയറുവാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, ഇവിടെ 2 രീതിയിൽ ഇത് ഓൺ ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും എവേ ഫ്രം ഫെമിലിയർ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഓൾവേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എവേ ഫ്രം ഫെമിലിയർ ലൊക്കേഷൻസ് ആണ് ഓൺ ചെയ്തിട്ടേക്കുന്നതെങ്കിൽ നിങ്ങൾ ഹോം വൈഫൈയിൽ കണക്റ്റഡ് ആണ്, എന്നിട്ട് നിങ്ങൾ ഈ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ ഓഫ് ആവും. പക്ഷേ നിങ്ങൾ ഓൾവേസ് ആണ് ഓൺ ചെയ്തിട്ടേക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നിട്ട് ഈ ഒരു ഫീച്ചർ ഓഫ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ ഓഫ് ആവത്തില്ല. അതിന് പകരം ഒരു ഡിലേ വരുന്നുണ്ട്. അതായത് ഒരു സെക്യൂരിറ്റി ഡിലേ വരും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഒരു ഫീച്ചർ ഓഫ് ആവൂ. നിങ്ങൾ ഫേസ് ഐഡിയെ കാണിച്ചാൽ പോലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഓഫ് ആവും. പിന്നെ അടുത്ത് സിരിക്കകത്തൊരു അപ്ഡേറ്റ് കൂടെ വന്നിട്ടുണ്ട്. അതായത് സിരിയിൽ മെസ്സേജ് റീഡ് ബാക്കിനകത്ത് നമുക്ക് പലതരത്തിലുള്ള ലാംഗ്വേജ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് iOS 17.4 വന്നേക്കുന്ന മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് ഈ iOS 17.4 തുടക്കമുള്ള ബീറ്റയ്ക്കകത്തൊക്കെ ഒരു നല്ലൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഈ ഡൈനാമിക് ഐലൻഡ് ഉള്ള ഫോൺസിനകത്ത് ഒരു അപ്ഡേറ്റഡ് ഫീച്ചർ ആണെങ്കിൽ പറയാൻ പറ്റുന്നൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് സ്റ്റോപ്പ് വാച്ചിനകത്ത് ലൈവ് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫീച്ചർ ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് അവസാനത്തെ 2-3 ബീറ്റയ്ക്കകത്ത് ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു അവസാനത്തെ ബീറ്റിൽ അത് വരും എന്നാണ് പ്രതീക്ഷ. പക്ഷേ ആ ഒരു ഫീച്ചർ അവർ മാറ്റിയേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അതിന് ചിലപ്പോൾ iOS 17.5 വരാൻ സാധ്യത. പക്ഷേ നല്ലൊരു ഫീച്ചറായിരുന്നു. പക്ഷേ അവരത് മാറ്റിയാണ്. പക്ഷേ പൊതുവെ iOS 17.4 കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റേബിളായ നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു അപ്ഡേറ്റ് തന്നെയാണ്. അതും ഇതിൻ്റെ പബ്ലിക് വേർഷൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ആഴ്ച വരേണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സും. അത് എനിക്ക് ഉപയോഗിച്ച സമയത്ത് അത്യാവശ്യം സ്റ്റേബിൾ ആയ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര വലിയ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.